ഹായ് മച്ചന്മാരെ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ ഡിലേറ്റഡ് റിവ്യൂ ആണ് ഫോർ കാട്ടാളൻ. ബിക്കോസ് ഞാൻ ഇന്നലെയാണ് ഈ സിനിമ കണ്ടത്. അങ്ങാടിപ്പുറം മല്ലിക പ്ലസ് എന്നാണ് ഈ സിനിമ ഞാൻ കണ്ടത്. അശ്വന്ത് ഗോഖം അടക്കമുള്ള ഒട്ടുമിക്ക റിവ്യൂസസ് എല്ലാം ഈ സിനിമ ഒരു ഒരു മോശപ്പെട്ട സിനിമയാണ്, ഇതൊരു കാട്ടപരാധമാണെന്നൊക്കെ പറഞ്ഞ് എഴുതിത്തല്ല ഒരു സിനിമയാണ്. ഞാനെന്തോ ഒരു ലേറ്റ് അപ്പിയറൻസിൽ ഈ സിനിമ കാണാൻ ഇടയായി. കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് എല്ലാം ചേർത്തിണക്കിയ ഒരു കൊമേഴ്ഷ്യൽ പടം. അത് ഈ സിനിമ റിലീസിന് മുന്നേ തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാം പറഞ്ഞു ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ, അത് സിനിമാറ്റിക് ആണ്. അതായത് നിങ്ങളിതൊരു റിയലിസ്റ്റിക് സംഭവമല്ല, അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ടല്ല അവരത് പ്രസൻറ്റ് ചെയ്തത്. ഐ തിങ്ക് മാർക്കോയ്ക്ക് ശേഷം ഷരീഫ് മുഹമ്മദ് ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പേരിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമ, അതുപോലെ തന്നെ പോൾ ജോർജിൻ്റെ ഡയറക്ഷൻ, നമുക്കൊരു രവി ബസൂറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അത് അജിനേഷ് ലോകനാഥിൻ്റെ മ്യൂസിക്സ് എല്ലാം ഗംഭീരമായിട്ടുണ്ട്. പെർഫോമിംഗ് ബേസ് ബാക്കുകയാണെങ്കിൽ നമ്മുടെ ആൻ്റണി പെപ്പ ഇറ്റ്സ് എ ലീഡ് ക്യാരക്ടർ ഇൻ ദിസ് മൂവി. അതുപോലെ തന്നെ നമ്മുടെ തെലുങ്കിലെ യുവരാജാവ് എന്ന് പറയാം സുനിൽ, വില്ലൻ കഥാപാത്രം എക്സലൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒന്നും പറയാതിരിക്കാൻ പറ്റും, അടിപൊളി സംഭവമാണ്. അതുപോലെ ജഗദീഷ് ചേട്ടൻ, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റും അവരവർക്ക് പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു പ്ലേസ്മെൻറ്റ് സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഒരു വൺ ടൈം വാച്ചബിളാണ്. ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. കാട്ടാളൻ, നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ കാട്ടാളൻ സിനിമയുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണുക. ഇറ്റ്സ് എ വണ്ടർഫുൾ എൻ്റർടൈനറാണ്. കൊമേഴ്ഷ്യലായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള എല്ലാ എലമെൻസും ഈ സിനിമയിലുണ്ട്. ഇതൊരു സിനിമയായിട്ട് കാണുക. ഇതൊരു ലൈഫ് അല്ല, അല്ലെങ്കിൽ റിയലിസ്റ്റിക് അല്ല. അതാദ്യം തന്നെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയുന്നുണ്ട്, ഇതൊരു സാങ്കല്പിക സംഭവങ്ങളാണ്. നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ വെച്ച് ഈ സിനിമയെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് വണ്ടർഫുൾ എൻ്റർടൈനർ ആയിരിക്കും. താങ്ക് യു. ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റർ. കാട്ടാളൻ.